വെറും വാക്കാണെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് വർക്കലയിൽ കേരള എക്സ്പ്രസ് ജനറൽ കമ്പാർട്ട്മെന്റിൽ 19-കാരിക്ക് നേരെയുണ്ടായ ആക്രമണം. ഇടയ്ക്ക് നടത്തുന്ന പരിശോധന എന്ന പ്രഹസനം മാറ്റി അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് 2011 ഷൊർണൂരിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ പറഞ്ഞു. സുരക്ഷയ്ക്ക് കൂടുതൽ സേനയെ നിയോഗിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ കേരള എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ അക്രമം ട്രെയിൻ യാത്രകളിൽ സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങളുടെ അവസാന ഉദാഹരണമാണ്. 2011 ഫെബ്രുവരി 1-നാണ് എറണാകുളം ഷൊർണൂർ യാത്രയ്ക്കിടെ സൗമ്യയെ ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഏറെ കോലാഹലമുണ്ടാക്കിയതായിരുന്നു ആ സംഭവം. വനിതാ കമ്പാർട്ട്മെന്റുകളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന ചർച്ച ആ ഘട്ടത്തിൽ സജീവമായി. സംഭവത്തെ തുടർന്ന് റെയിൽവേ പോലീസിന്റെയും സംസ്ഥാന പോലീസിന്റെയും പരിശോധന ശക്തമായിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം പഴയ പോലെ. പോലീസ് പരിശോധന വെറും പേരിന് മാത്രമായി. എന്നേക്കുമായി നമ്മളിപ്പോൾ എല്ലാവിടും റെയിൽവേ സ്റ്റേഷനും എല്ലാം ഇതായിട്ടാണ് വരുന്നത്. പക്ഷെ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം. അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. ട്രെയിനുകളിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാൻ ഇന്നും പലർക്കും ഭയമാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ. രാത്രി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇപ്പോൾ ലേഡീസിലേ കയറാറുള്ളൂ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഒഴിവാക്കാൻ വനിതാ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കൂട്ടണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ലോക്കലിലൊക്കെ ഇനി സുരക്ഷ ചെയ്യണം. ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇട്ടാലേ അത് തന്നെ വലിയൊരു ഉപകാരമാണ്. സുരക്ഷയ്ക്ക് കൂടുതൽ റെയിൽവേ പോലീസിനെ നിയോഗിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ തന്നെയാണ്. കേരളം ഈ കാര്യത്തിൽ നിരവധി തവണ അഭ്യർത്ഥന നടത്തിയിട്ടും കത്തുകൾ എഴുതിയിട്ടും മെയിലുകൾ അയച്ചിട്ടും ഒന്നും തന്നെ നടപടി ഉണ്ടായിട്ടില്ല. ശരിയായ രീതിയല്ല. ട്രെയിൻ യാത്രക്കാർക്ക് ആവശ്യമായുള്ള സുരക്ഷിതത്വം നൽകാൻ റെയിൽവേ തയ്യാറാവണം. അക്രമമുണ്ടാകുമ്പോൾ മാത്രമുള്ള സുരക്ഷയ്ക്കപ്പുറം സ്ഥിരമായ സംവിധാനം വേണമെന്നാണ് റെയിൽ യാത്രക്കാരുടെ ആവശ്യം. മീഡിയ 1 തിരുവനന്തപുരം.